വീണ്ടും വി ഡി സതീശൻ സർക്കാരിന്റെ പ്രതികാര നടപടി. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കും മെറ്റയുടെ വിലക്ക്. റിപ്പോർട്ടർ ടിവിയുടെ വാർത്ത നീക്കം ചെയ്തതിനെതിരായ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശവും ഫേസ്ബുക്കിൽ നിന്ന് മെറ്റ നീക്കി. ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയ വാർത്തയാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മെറ്റ നീക്കിയത്. ഷെഫീഖ് താമരശ്ശേരിയും സായ്കുമാറും ടി വി പ്രസാദും ആർ റോഷിവാലും ചേരുന്നുണ്ട്. ആദ്യം ഷെഫീഖ് താമരശ്ശേരിയിലേക്ക് പോവുകയാണ്. ഷെഫീഖ്, ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണല്ലോ. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം അടങ്ങിയിട്ടുള്ള വാർത്ത നീക്കം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എത്ര വാർത്ത ഇതിനോടകം നീക്കം ചെയ്തിട്ടുണ്ട്? ശ്രുതി, രാഷ്ട്രീയ കേരളം ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട സംഭവങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ടർ ടി വി പ്രസിദ്ധീകരിച്ച 9 വാർത്തകളാണ് ഫേസ്ബുക്കിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ വാർത്ത ഏറ്റവും ആദ്യം മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ MDMA കേസിൽ പിടിക്കപ്പെട്ടതിലെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിക്കപ്പെട്ട വാർത്ത മുതൽ ഏറ്റവും ഒടുവിൽ വാർത്തകൾ നീക്കം ചെയ്തതിനെതിരായ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശമടക്കമുള്ള 9ഓളം വാർത്തകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മെറ്റ ഔദ്യോഗികമായി നീക്കം ചെയ്തിരിക്കുന്നു. അത് നമുക്ക് മെറ്റയിൽ നിന്നും ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന മറുപടി സർക്കാർ ഏജൻസികൾ മെറ്റയെ അറിയിച്ചിട്ടുള്ള നിയമ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ വാർത്തകൾ നീക്കം ചെയ്തെന്നാണ് നമുക്ക് ലഭിക്കുന്ന മറുപടി. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള അങ്ങേയറ്റത്തെ കടന്നുകയറ്റമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പോസ്റ്റുകൾ, മതസ്പർദ്ധ വളർത്തുന്ന പോസ്റ്റുകൾ, തീവ്രവാദ ആശയങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന പോസ്റ്റുകൾ, ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ചേർന്നിരിക്കുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടി സർക്കാരിൻ്റെ കയ്യിലുള്ള ഒരു സാധ്യതയെ തെറ്റായി ഉപയോഗിച്ചുകൊണ്ടാണ്, അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്, IT റൂളിനെ തെറ്റായി ഉപയോഗിച്ചുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള സർക്കാരിൻ്റെ ഈ വലിയ രൂപത്തിലുള്ള കടന്നുകയറ്റം. കഴിഞ്ഞ ഏതാനും മണിക്കൂറിനിടെ നമുക്ക് 9ഓളം വാർത്തകൾ മെറ്റയിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നു. അത് നേരിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ, പ്രത്യേകിച്ചും സർക്കാരിനെതിരായ പല രാഷ്ട്രീയ നേതാക്കളുടെ വിമർശനങ്ങൾ, ഈ റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ നീക്കം ചെയ്തതിനെതിരായ CPM നേതാവ് P ജയരാജന്റെ പരാമർശത്തെ മെറ്റ റിമൂവ് ചെയ്തു. അതേപോലെ തന്നെ മുതലപ്പൊടിയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനത്തെ തുടർന്നുള്ള വാർത്തയെ മെറ്റ റിമൂവ് ചെയ്തു. ഇതേ വിഷയത്തിൽ തന്നെ സർക്കാരിന്റെ മുതലപ്പൊടി വിഷയത്തിനകത്ത് മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ അലംഭാവത്തെക്കുറിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ നടത്തിയ പരാമർശം മെറ്റ റിമൂവ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ റിപ്പോർട്ടർ TV നടത്തുന്ന സ്പെഷ്യൽ ഷോകൾ, കോഫി വിത്ത് അരുണും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടും അടക്കമുള്ള സ്പെഷ്യൽ ഷോയുടെ പ്രൊമോഷൻ കാർഡുകൾ അടക്കമുള്ള സർക്കാരിനെതിരായ വിവിധങ്ങളായ ഉള്ളടക്കങ്ങൾ അടങ്ങിയ കാർഡുകളും വാർത്തകളും മെറ്റ നിരന്തരം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2 തരത്തിലാണ് മെറ്റയ്ക്ക് നമ്മുടെ വാർത്തകളും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കാർഡുകൾ റിമൂവ് ചെയ്യാൻ കഴിയുന്നത്. ഒന്നുകിൽ അത് സോഷ്യൽ മീഡിയ ഗൈഡ് ലൈൻസ് വയലേഷൻ ആയിരിക്കണം. മെറ്റ മുന്നോട്ട് വെക്കുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു ആശയം ഉള്ളടക്കം നമ്മൾ മുന്നോട്ട് വെക്കണം. അതല്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് പ്രാദേശിക സർക്കാരുകളുടെ അഭ്യർത്ഥനകളെ തുടർന്നുണ്ടാകുന്ന ഈ കണ്ടന്റിന്റെ നീക്കമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ സമൂഹത്തെ തെറ്റായി സ്വാധീനിക്കുന്ന ഒരു വാർത്തയും റിപ്പോർട്ടർ TV പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ധാരാളം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പൊതുവാർത്തകൾ, അതിൽ പ്രത്യേകിച്ചും സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന വാർത്തകളെ തെരഞ്ഞു പിടിച്ച് റിമൂവ് ചെയ്യുന്നു. അത് ഏതാണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഏതാണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നിലനിന്നിരുന്ന മാധ്യമവേട്ടയ്ക്ക് സമാനമായ രീതിയിൽ കേരളത്തിൽ ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം മാധ്യമങ്ങൾക്കെതിരായ നീക്കങ്ങൾ നടക്കുന്നു. അതിൽ തന്നെയും പ്രത്യേകിച്ചും VD സതീശനെതിരായ, മുഖ്യമന്ത്രിക്കെതിരായ വാർത്തകൾ തെരഞ്ഞുപിടിച്ച് നീക്കം ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം പോലും റിമൂവ് ചെയ്യപ്പെടുന്നു. പ്രതിപക്ഷ നേതാവിന് പോലും രക്ഷയില്ല എന്നുള്ള തരത്തിലേക്കുള്ള ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യത്തിലേക്ക്, മാധ്യമങ്ങൾക്ക് നേരെയുള്ള കടുത്ത വേട്ട നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിൽ സംജാതമാകുന്നത്. യെസ്, വ്യക്തമാണ്. ഷഫീഖ് തുടരുക. TV പ്രസാദിലേക്ക് പോവുകയാണ്. TV പ്രസാദ്, ഷഫീഖ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതിപ്പോൾ 9ാമത്തെ കാർഡാണ് റിപ്പോർട്ടറിനെ മാത്രം ഇങ്ങനെ നീക്കം ചെയ്യുന്നത്. സർക്കാരിന്റെ ആവശ്യപ്രകാരം മെറ്റ നീക്കം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണിത്. ഇതൊരു മാധ്യമ അടിയന്തരാവസ്ഥയോ?
ശ്രുതി, ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. സമീപകാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് ഈ രീതിയിലുള്ളൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പലവിധ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒരുപാട് വാർത്തകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ മെറ്റയോട് പറഞ്ഞ് അവിടെ നിന്ന് വാർത്തകൾ പിൻവലിക്കുന്ന അല്ലെങ്കിൽ കാർഡുകൾ പിൻവലിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. നേരത്തെ ഷഫീഖ് പറഞ്ഞതുപോലെ ഇത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സെൻസറിംഗ് ആണ്. അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കൊടുക്കുക എന്നുള്ളത്, ഭരണവർഗത്തിന് താല്പര്യമുള്ളത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളത്, അത് അടിയന്തരാവസ്ഥയുടെ സ്വഭാവമാണ്. ഒരുപക്ഷെ സമീപകാല കേരളത്തിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വാർത്തകളെ അവിടെ നിന്ന് പിൻവലിപ്പിക്കുക എന്നുള്ളത് ഗുരുതരമായ പ്രതിസന്ധി വരും കാലങ്ങളിൽ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം 9 കാർഡുകളാണ് നമ്മുടേതായി നീക്കം ചെയ്ത്, അതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ മോശമായ പരാമർശങ്ങളോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ മറ്റ് കാര്യങ്ങൾക്ക് വിരുദ്ധമായ നീക്കങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് സാധാരണയായ വാർത്തകൾ. പക്ഷേ ആ വാർത്തകളെല്ലാം സർക്കാരിനെതിരായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് പക്ഷേ ചിലരുടെ പ്രതികരണങ്ങൾ കൂടിയാണ്. ഇന്നിപ്പോൾ അവസാനം റിമൂവ് ചെയ്ത പ്രതികരണം അത് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമായിരുന്നു. അത് കാർഡ് നീക്കം ചെയ്തതിനെതിരെയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയാണ് നമ്മൾ മറ്റൊരു കാർഡായി കൊടുത്തത്. ആ കാർഡാണ് അവസാനം നീക്കം ചെയ്തത്. നേരത്തെ നമുക്കറിയാം ശ്രുതി, അതായത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മക്കളും കുടുംബാംഗങ്ങളും നടത്തുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ അത് വാർത്തയാക്കിയപ്പോൾ അത് കാർഡായി. ആ കാർഡും മെറ്റയെ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. വാർത്താ സെൻസറിംഗ് സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും എതിരായിട്ടുള്ളതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന തലത്തിലേക്ക് സംസ്ഥാനത്തെ സംവിധാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി മെറ്റയെയും കേന്ദ്ര സർക്കാരിനെയും ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ പ്രശ്നം. ശ്രുതി.